ബോസിൽ പോയാ രാജുവേട്ടനാണോ ഇന്ദ്രേട്ടനാണോ കൂടുതൽ ദിവസം നിക്ക? അങ്ങനെ പോകത്തില്ല ഒരു കാലത്ത്. എന്നാലും ഇതിനായിരിക്കും ക്ഷമയുള്ളതുകൊണ്ട് മറ്റോ പിറ്റേ ദിവസം ഞാനെന്നപ്പോ വിന്നറായി തിരിച്ചു വരികയാണെങ്കിൽ ആരായിരിക്കും? എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസിൽ നിന്ന് പിൻ ചെയ്യാൻ ഇവർക്കൊക്കെ പറ്റുമെന്ന്. പഴയ ആളൊന്നുമല്ലാട്ടാ. കരച്ചിരിച്ചിട്ട് കൂടാ. ഞാൻ പറയാം അതുപോലെ വലിയ കാര്യമാണ്, ബഹുമാനമാണ്, ഗുരുതമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവളൊരു വലിയ റെസ്പോൺസിബിലിറ്റി അവളുടെ തലയിലുണ്ട്. എനിക്ക് 2.5 വർഷം ഞാനൊരു സാക്ഷിയാണ്. അച്ഛന് അസുഖം വന്നാൽ, അമ്മയ്ക്ക് അസുഖം വന്നാൽ, സഹോദരിക്ക്, സഹോദരിയുടെ ഭർത്താവ്, എല്ലാവരുടെയും കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നോക്കും. ഇന്ദ്രൻ പിന്നെ അമ്മയെ വിളിക്കുന്നു ഡോക്ടർ എന്ന് പറഞ്ഞു പോയി. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് വിളിക്കും, നോട്ടം മാത്രമേ ഉള്ളൂ, സംസാരിക്കാൻ പറ്റുന്നില്ല. ഇന്ദ്രനോട് പറഞ്ഞ അമ്മയെ കൊണ്ട് നമ്മുടെ ഒരു കസേരയിൽ കുറച്ചങ്ങോട്ട് മാറ്റി ഇരുത്താൻ പറഞ്ഞു. അവിടെ ഇരുത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വന്ന് എൻ്റെ തോളത്ത് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛൻ പോയി എന്ന് പറഞ്ഞു. ഞാൻ അവസാനം ഇങ്ങനെ കണ്ണ് തുറന്നപ്പോൾ ഇങ്ങനെ നോക്കിയതുമൊക്കെ. പബ്ലിക്കിന് മുന്നിൽ ഭയങ്കര സ്ട്രോങ് ആണെങ്കിലും മല്ലികാമ്മയുടെ അടുത്ത് ഭയങ്കര ഇമോഷണൽ ആയി നിൽക്കുന്ന ഒരു ഫാമിലി മെമ്പർ ആരായിരിക്കും? പഠനത്തിലും പരീക്ഷയിലും മുന്നിലെത്താൻ ഇനി നിങ്ങളോടൊപ്പം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. പ്രീ പ്രൈമറി മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വിദഗ്ധ അധ്യാപകരുടെ പരിശീലനം ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യയിലൂടെ. കുട്ടികളുടെ പഠനത്തിൽ വിട്ടുവീഴ്ച വേണ്ട, ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഏറ്റവും മികച്ച വിജയം. ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യൂ ഹാനാസ് സ്റ്റുഡൻസ് ഇന്ത്യ. ഇപ്പോഴും സുകുമാരൻ സാർ കൂടെ ഉള്ള പോലെ തന്നെയാണ് അമ്മയ്ക്ക് ഒരു ധൈര്യം. അത് ആ ബലത്തിലാണ് ഞാനിങ്ങനെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ്. ആ സുഖം തന്നെയാണ്. ചിലപ്പോൾ എല്ലാവരും പറയത്തില്ല ഇന്റർവ്യൂവിന് പോരെന്നൊക്കെ പറഞ്ഞാലും അതൊന്നും അല്ല. അത് അവൻ പറഞ്ഞതും കുഞ്ഞിനെ പറ്റി പറഞ്ഞത് ശരിയല്ല, ഇവൻ പറഞ്ഞത് ശരിയല്ല, അതിന് നീ മറുപടി പറഞ്ഞെന്ന് പറയും. അപ്പം ഞാൻ ചോദിച്ചു ആദ്യം ഇതുപോലെ തന്നെ ഒരിക്കൽ ഈ എമ്പുരാനിൻ്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മോനെ എനിക്ക് എന്തോ കിടന്നിനോട് ഉറക്കാൻ പറ്റില്ല, എനിക്ക് അമ്മയ്ക്ക് പറഞ്ഞേ നോക്കുള്ളൂ, അതെന്തിനാ നിന്നെ അങ്ങനെ കുറ്റം പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായി അമ്മയെ കണ്ടപ്പോൾ ഇന്ന് വന്നപ്പോൾ തൊട്ടേ അമ്മ മിണ്ടാതെ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു സാരമില്ല അമ്മ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു. അത് അമ്മ പറഞ്ഞത് സത്യമാണ്. ഇതിപ്പോൾ ഞാനായിട്ടെടുത്ത ഒരു തീരുമാനമോ ഞാനായിട്ടെടുത്ത പടവോ അല്ല, എൻ്റെ പൈസ ഒന്നും അതിലില്ല, അതൊക്കെ പോട്ടെ. അപ്പോൾ എന്നാലും അത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആവശ്യമില്ലാത്തൊരു ഇഷ്യൂ കുത്തിപ്പൊക്കി. ഏതായാലും രാജ്യം രക്ഷിച്ചവരെല്ലാം കൂടെ അഭിപ്രായം പറഞ്ഞപ്പോൾ ഏതായാലും മറ്റേ എല്ലാവരും ചാണെന്ന് പറയുന്നില്ല, പറഞ്ഞാൽ കൂടിപ്പോകും. കാരണം മനുഷ്യനെ മനസ്സിലാക്കുന്നത് സാധാരണക്കാരാണ്, മന്ത്രിമാരും വലിയൊന്നും അല്ല. എൻ്റെ മക്കൾ 2 പേരും സൈനിക സ്കൂളിലെ എല്ലാ പ്രമുഖരുമുള്ള പഴയ വിംഗ് കമാൻഡറും എന്താ പറയുക എയർ കമഡോഴ്സും മേജറും കേണലും ഒക്കെ ഉള്ള ഗ്രൂപ്പിലൊക്കെ അവരൊക്കെ ഉണ്ട്. ഓരോ പടം കണ്ടിട്ടും രാജുവിൻ്റെയും ഇതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം. അവർക്ക് ഈ ജൂൺ 19 എന്ന് പറഞ്ഞൊരു ഡേറ്റിൽ ഒരു ഓൾഡ് ബോയ്സ് ഡേ ഉണ്ട്. നിവൃത്തി ഉണ്ടെങ്കിൽ കേരളത്തിനകത്താണ് ഷൂട്ടിംഗ് എങ്കിൽ പോകും. പക്ഷേ രാജുവിന് എപ്പോഴും വിദേശത്തായിരിക്കും. അപ്പോഴും ഇങ്ങനെ പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് ആ സമയത്ത് പോകും. അപ്പോൾ അത് അവരുടെയൊക്കെ ഒരു അനുഗ്രഹം കാര്യമായിട്ട് അവർക്കുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഒരാൾ മാറിപ്പോയെന്ന് വെച്ചാൽ ഞാനതൊന്നും കൗണ്ട് ചെയ്യുന്നില്ല. അവരൊന്നും ഇവിടുത്തെ ഒഴിച്ചുകൂടാനാവാത്ത ശക്തികളൊന്നുമില്ല. അവർക്കൊക്കെ വേറെ ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ മറ്റു പല പ്രയോജനങ്ങൾ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഈ പറയുന്ന കക്ഷികളെല്ലാം തോളത്ത് കൈവച്ച് കിടക്കുന്നത്. പക്ഷേ തോളത്ത് കൈവയ്ക്കുന്നവർ വിചാരിച്ചിടണം അതിനുശേഷം എൻ്റെ ഗതി എന്താണെന്ന് ചിന്തിച്ചാൽ അല്ല തമാശ പറയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. ഞാനിങ്ങനെ ആലോചിച്ച് ചേട്ടാ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത് എല്ലാവരും കൂടെ ഈ അഖിൽമാരാ വല്ല കാര്യമുണ്ടോ? പുള്ളി അങ്ങ് മിണ്ടായിരിക്കണം. എന്തിനാന്ന് ഇതൊക്കെ പറയാൻ പോകുന്നത്? ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചങ്ങ് ജനം വോട്ടിടുവോ? പുള്ളി പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല സാധാരണക്കാർക്ക്. എന്തോ ചേച്ചി അങ്ങനെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ബിഗ് ബോസിൽ അത്യാവശ്യം നല്ല അതാണ് ബിഗ് ബോസ്. അതാണ് പുള്ളി ആദ്യം പറഞ്ഞു ബിഗ് ബോസ് കണ്ടവരൊക്കെ എനിക്ക് വോട്ട് ചെയ്യും. അത് തെറ്റാ. ബിഗ് ബോസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഒരു അസാമാന്യമായ സംഭവമായിട്ട് ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങ് കണ്ടുകൊണ്ടിരിക്കുക എന്നൊക്കെ അതിൽ പോയവർക്ക് വല്ല ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കോണം. ഞാൻ കാണുന്ന അതിൻ്റെ പരസ്യമാണ് മോഹൻലാൽ പറയുന്നത്. ഇന്ന് വരെ ഞാനൊരു എപ്പിസോഡ് അവരോട് തന്നെ ചോദിച്ചാൽ ഞാൻ അതിൻ്റെ പ്രധാനികളോട് വേറൊന്നും കൊണ്ടല്ല, ഒന്നാമത് രാത്രിയിലാണ് പരിപാടി. അപ്പം നമ്മളിവിടെ ഭക്ഷണം കഴിച്ചു, മരുന്ന് കഴിച്ചു, അതൊക്കെ നാമം ജയിച്ചു കിടക്കാനൊക്കെ. അപ്പോഴാണ് ആ സമയത്തൊക്കെ ഇരുന്ന് കാണണമെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ 9:30-ക്കൊക്കെ അല്ലേ ഇത് വരുന്നത്. അപ്പോഴൊന്നും വിളിച്ചാൽ പോവോ ബിഗ് ബോസില്? ഞാൻ പറഞ്ഞു ഇതുപോലത്തെ പെമ്പിള്ളേരോട് ഞാനില്ല, അതില്ല. ഞാനൊരിക്കൽ പറഞ്ഞു ഏതോ ഒരു ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു, ഇവർ ഈ മദേഴ്സ് ഡേ പോലെ ഒരു 60 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് വയ്ക്കുകയാണെങ്കിൽ ഞാൻ പോകാം. ഇങ്ങനത്തെ പിള്ളേരുടെ കൂടെ അവിടെ കിടന്ന് അടി കൂടാനും പോടാ മറ്റേ ഇത് എന്താളായിരുന്നു. അയ്യോ എൻ്റെ പൊന്ന്, ഞാൻ ആകപ്പാടെ വിഷമിച്ചു പോയി. ഒരു ഭാഷയ്ക്കൊരു ലൈസൻസ് ഇല്ല,
അതിപ്പോൾ എല്ലാം ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ 2.5 വർഷം അഭിനയിച്ചല്ലേ അനു ഇത്തവണത്തെ വിജയ്. അനുമോള് അപ്പം ഞാൻ പറഞ്ഞു, അനുമോളെ എന്തുവാ നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ടൊക്കെ അപ്പോൾ പറഞ്ഞു, അല്ല അമ്മ അത് അങ്ങനെ ഞങ്ങൾ അതൊരു കണ്ടന്റ് പറയുമ്പോൾ അങ്ങനെ അങ്ങ് അറിയാതെ വന്നു. ഞാൻ തിരിച്ചാ വെളിയിലിറങ്ങി നടക്കുമ്പോൾ ആ കൊച്ചിൻ്റെ അച്ഛനും അമ്മയും ഇതിനെ എടുത്തിട്ടടിക്കും. ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു, അനുമോളായിട്ട് അമ്മയ്ക്ക് വളരെയധികം അടുപ്പമുള്ള ഒരാളാണ്. പക്ഷെ എനിക്കൊന്ന് സ്ക്രീനില് അനുമോള് എപ്പോഴും ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ശരിക്കും റിയൽ ലൈഫിൽ അനുമോൾ അങ്ങനെ ആണോ? തൊട്ടേനും പിടിച്ചേനും കരയും. 2.5 വർഷം ഒന്നിച്ച് അഭിനയിച്ചു. എന്തെങ്കിലും പറയുമ്പോൾ ചെയ്യോ നീ അത്ര സ്പീഡിൽ പറയാതെ തെറ്റിയമ്മ, ഇതാണ് എനിക്കൊരു കുഴപ്പം. കരയും. അയ്യോടാ, കരച്ചിരിച്ചിരി കൂടാ. ഞാൻ പറയാം, അതുപോലെ വലിയ കാര്യമാണ്, ബഹുമാനമാണ്, ഗുരുതമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവളൊരു വലിയ റെസ്പോൺസിബിലിറ്റി അവളുടെ തലയിലുണ്ട്. അത് വേറെ ഒരുത്തി പറയുന്ന പോലത്തുള്ള റെസ്പോൺസിബിലിറ്റി അല്ല. അവൾ കാര്യമായിട്ട് അവളുടെ കുടുംബം നോക്കുന്നുണ്ടെന്നുള്ളതിന് എനിക്ക് 2.5 വർഷം ഞാനൊരു സാക്ഷിയാണ്. അച്ഛന് അസുഖം വന്നാൽ, അമ്മയ്ക്ക് അസുഖം വന്നാൽ, സഹോദരിക്ക്, സഹോദരിയുടെ ഭർത്താവ്, എല്ലാവരുടെയും കാര്യങ്ങൾ നല്ല ഭംഗിയായിട്ട് നോക്കും. അത് സമ്മതിക്കണം കേട്ടോ. ഇന്നത്തെ കാലത്ത് ഈ തലമുറയൊക്കെ സ്വന്തമായിട്ട്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അറിഞ്ഞ് ദൈവം അവർക്ക് അതത്ര കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എപ്പോഴും പറയുള്ളത്, ഞാൻ പറയടി ചുമ്മാ ഈ ഷൂട്ടിങ്ങിന് വരുമ്പോൾ പെട്ടെന്നേ അമ്മ 5, 6, 7 വരെ ഒരു 2 ദിവസം മാറ്റി അങ്ങോട്ട് തരും. എന്ത് എനിക്ക് ബഹ്റൈനിലൊരു പരിപാടി, പരിപാടി വന്നാൽ ഞങ്ങൾ ഡേറ്റ് അല്ലമ്മ പൈസ കിട്ടും. അപ്പൊ അതാണ് എന്തെങ്കിലും ഒരു സമ്മാനം പോലെ വല്ലതും കൊടുക്കും, അത് പൈസ. അവര് അതുകൊണ്ട് ജീവിക്കുന്നവരും കൂടെയാണ്. അപ്പൊ നമ്മള് എനിക്ക് അപ്പൊ അന്നൊക്കെ തോന്നി ഇത്ര കൊച്ചുകുട്ടിയായിട്ട് കീഴി വന്നിരിക്കും. അമ്മ 4 ടേക്കായി പോയില്ല അമ്മ, ഞാനാണ് അമ്മ കാരണം. ഞാൻ അയ്യോ അല്ല, നമുക്കെല്ലാം അവൾക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര കുറ്റബോധവും ഒരു സീനിയേഴ്സാണ് ഞാൻ ഇവരുടെ മുമ്പിൽ എന്തൊക്കെ ഇതെല്ലാം പറയുകയും ചെയ്യും. അവസാനം ഞാൻ പറഞ്ഞു, എന്തോന്ന് എൻ്റെ കൊച്ചേ ചോദിക്കുമ്പോ എനിക്ക് പോകുന്നതിന് മുമ്പ് എന്നോട് അനുഗ്രഹം ചോദിച്ചു. ഞാൻ പറഞ്ഞു, നീ വിജയശ്രീലാളിതയായിട്ട് വാ, അവിടെ കിടന്ന് കരയല്ലേ അന്നേ ഞാൻ പറഞ്ഞതാ, ആരെങ്കിലും മിണ്ടിയ ഉടനെ മോങ്ങാൻ നിൽക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അനുവിന്റെ ഒരു എപ്പിസോഡ് എന്നെ അമ്മ കാണണേ അമ്മ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇപ്പൊ നീ കരയോന്ന് ഞാൻ വിചാരിച്ചില്ല, പുറത്തോട്ട് ഓടുകയാണ് പാവ എടുത്തെറിഞ്ഞു. അങ്ങനെ അതിൽ കരയാണ്ട് പിടിച്ചത് അനുക്കുട്ടി. അപ്പോൾ അവളുടെ ഒരു ജീവിതത്തിന് വേണ്ടി നല്ലാതെ ആൾക്കാർ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു പ്രശ്നമൊന്നുമില്ല. ട്രൂ ടു ദ ഹാർട്ട്, അതാണ് സത്യം. ഇപ്പൊ ഈ അടുത്ത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് രാജുവേട്ടൻ ഇങ്ങനെ പറയണത്, അന്ന് സുകുമാരൻ സാറ് മരിച്ച ദിവസത്തെ പറ്റി ഓർമ്മിക്കുന്ന ഒരു മൊമെന്റ് ഡിസ്ക്രൈബ് ചെയ്ത സമയത്ത് രാജുവേട്ടനും അമ്മയും എല്ലാവരും ഇമോഷണലായി പോയ ഒരു മൊമെന്റ് ആയിരുന്നു. അവർ ആംബുലൻസിലെ സീൻ പറഞ്ഞതാണെങ്കിലും. ഇപ്പോൾ എനിക്കറിയാം, ഒരാൾ നമ്മളെ പ്രിയപ്പെട്ട ഒരാൾ മരണപ്പെട്ട ദിവസം നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹം ഇല്ലാത്തൊരു മൊമെൻ്റാണ്. പക്ഷെ എപ്പോഴെങ്കിലും അമ്മയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പ്രോഗ്രാം ഒന്നും ഇല്ലാതെ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ഒരു ദിവസത്തെ പറ്റി ഇങ്ങനെ ഓർമ്മ വരാറുണ്ട്? ഒരുപാട് പ്രാവശ്യം. പ്രത്യേകിച്ച് ആ ലാസ്റ്റ് ഡേ. കാരണം എന്താ വെച്ചാൽ രാജു വന്നു, കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ഇപ്പോൾ ബെറ്ററാണ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡ് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നാൽ ക്ലാസ് കളയേണ്ട എൻ്റെ മോൻ പൊക്കോന്നുകൊണ്ട് രാജുവിനെ തിരിച്ചയച്ചു. 10th 15 വയസ്സ്. അപ്പോൾ അത് സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വീണ്ടും വഷളായി സുഖോട്ടിൽ. അപ്പോൾ അവർ ഡോക്ടർമാർ പറഞ്ഞു, അയ്യോ വല്ലാതെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പെട്ടെന്ന് ഇന്ദ്രൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, അവനോട് തിരിച്ചു വരാൻ പറഞ്ഞു അച്ഛൻ എന്നൊക്കെ പറഞ്ഞു. ഒന്നും കാണത്തില്ല. അപ്പം എന്താ വെച്ചാൽ ഈ സൈഡ് റൂമിൽ ഇരുന്നുകൊണ്ട് പുള്ളിക്ക് അന്ന് ഈ പറഞ്ഞതിൻ്റെ തൊട്ടാണ് കരുണാകരൻ സാറിൻ്റെ മകൾ പത്മജയും വേണു, അദ്ദേഹം അവരുടെയൊക്കെ പരിചയക്കാരാണ്. ഞാൻ എപ്പോഴും പറയും, ഈ പറഞ്ഞ പോലെ അന്ന് നമ്മുടെ ഡോക്ടർ വേണുഗോപാലിൻ്റെ അമ്മയുണ്ട്. അപ്പോൾ അമ്മ സാധാരണ ഇവിടെ പോകാറില്ല. ഞാനിതൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളാണ് കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ എന്തോ ലേശം കഴിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങനെ പേപ്പർ വായിച്ചെടുത്തപ്പോൾ ഈ കണ്ണാടി എടുത്ത് താഴെ വെച്ചിട്ട് എഴുന്നേറ്റു. ഞാൻ എന്താ സുഖമായിട്ടാന്ന് ചോദിച്ചാൽ ഈ പുറത്തെന്തോ ഒരു പുളുത്ത് പോലെ എനിക്ക് പിന്നെ ശരിയായത്. അപ്പം ഞാനും അത്ര അങ്ങോട്ട് സീരിയസ് ആയിട്ട്, കാരണം കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ റൂമിലേക്ക് അവർ കൊണ്ടുവന്നത്. പുള്ളിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ കണ്ണടച്ചു. അപ്പോൾ ഞാൻ ഓടി ചെയ്യോ എന്താ സുഖട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെറിയ ഒരു ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ തോളത്തിങ്ങനെ ഇറുക്കി വിടുക. പക്ഷെ ആ പിടുത്തത്തിന് ഒരു മുറുക്കം കൂടുതലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി വേദന നല്ലതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ സിസ്റ്ററെ എന്ന് വിളിച്ചുകൊണ്ട് എന്തിനാ സിസ്റ്ററെ വിളിക്കുന്നതെന്നൊക്കെ ചോദിച്ചു.
ഞാൻ പറഞ്ഞു അല്ല അങ്ങനെ എന്തെങ്കിലും തോന്നി അപ്പം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റർ യോ സാറോട് എന്തോ പൾസ് എന്തോ പിടിച്ച് ഉം. നോക്കിയിട്ട് സാർ അവിടെ ഇരിക്കുമോ ഇരിക്കുമോ സാറ് നിൽക്കണ്ട ഉം. നടക്കണ്ട എന്നൊക്കെ പറഞ്ഞു. ഉം. പെട്ടെന്ന് അവർ ഓടി ഒരു വീൽ ചെയർ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരന് ഷർട്ട് ഇടാതെ വീൽ ചെയറിൽ കയറാനൊരു മടി. ഉം. തൊട്ടടുത്താണ് ICU, പക്ഷേ എന്നാലും ഒരു 5-6 പേരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അത് കൊണ്ടുപോയി അകത്തോട്ട് കയറുന്നതിന് മുമ്പ് എന്നെ ഒന്ന് നോക്കി. അതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷേ എനിക്ക് അന്നേരം ഇന്ദ്രൻ പിന്നെ അമ്മയെ വിളിക്കുന്നു ഡോക്ടർ എന്ന് പറഞ്ഞ് പോയി. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് പുള്ളിക്ക് നോട്ടം മാത്രമേ ഉള്ളൂ, സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണടയും തുറക്കും, കണ്ണടയും തുറക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നെഞ്ചത്തൊക്കെ ഇങ്ങനെ ആകെക്കൂടെ എനിക്കൊരു സംഗതി ഒരു വഷളായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു എന്തോ ഡോക്ടർ അല്ല അമ്മ അമ്മ ഇരുന്നാട്ടെ ഇരുന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് ഉം. ഇന്ദ്രനോട് പറഞ്ഞ അമ്മയെ കൊണ്ട് നമ്മുടെ ഒരു കസേരയിൽ കുറച്ചങ്ങോട്ട് ഉം. മാറ്റി ഇരുത്താൻ പറഞ്ഞു. ഉം. അവിടെ ഇരുത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വന്ന് എൻ്റെ തോളത്ത് പിടിച്ചിട്ട് പറഞ്ഞു അമ്മേ അച്ഛൻ പോയി എന്ന് പറഞ്ഞു. ആ ICUവിലേക്ക് കയറ്റിയതും അവിടെ കിടന്ന് ഞാൻ അവസാനം ഇങ്ങനെ കണ്ണ് തുറന്നപ്പോൾ ഇങ്ങനെ നോക്കിയതുമൊക്കെ അത് പലപ്പോഴും ഓർമ്മ വരാറുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ വിഷമം എന്താണെന്ന് വെച്ചാൽ എന്നെ കുറച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് അദ്ദേഹം ചുമ്മാ തമാശയിൽ പറയും എടപ്പാൾ എല്ലാവരും ഒരു 10-55 വയസ്സ് വരെയൊക്കെ ഉള്ളു കേട്ടോടി ആയുസ് ഒക്കെ ഞാൻ പോസ് കേട്ടോ ചുമ്മാ എന്നൊക്കെ പറയും. പക്ഷേ ഒരു കണക്കിന് അദ്ദേഹത്തിൻ്റെ അനിയന്മാർ മരിച്ചു, സഹോദരി മരിച്ചു, അച്ഛനമ്മ ഏറ്റവും അവസാനം പോകുന്നത് സുഖോട്ടരാണ്. ഉം. അപ്പോൾ ഞാനിങ്ങനെ പലതും എൻ്റെ അടുക്കൽ എനിക്ക് പറഞ്ഞ് സൂചിപ്പിച്ച് ഞാനിരുന്ന് ആലോചിക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് അതാണോ എന്തോ. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഓഡിറ്ററുടെ അടുത്ത് പോക്കും ഇൻകം ടാക്സ് ഞാൻ കണ്ടിട്ടേ ഇല്ല. അത് മദ്രാസിലൊരു വലിയൊരു പഞ്ചാബി ഒരു ഓഡിറ്റർ ഉണ്ടായിരുന്നു. പുള്ളിയായിരുന്നു നോക്കിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ കാര്യം. പിന്നെ തിരുവനന്തപുരത്ത് ഉം. വന്നു. ധന്നൻകോ എന്ന് പറഞ്ഞിട്ട് ഉം. അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് സത്യത്തിൽ ആദ്യം എനിക്കറിയില്ല. അറിയാം. ഹോട്ടലല്ലേ നോക്കുന്നത്. ഉം. പക്ഷേ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പേ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഓഡിറ്ററുടെ അവിടെ പറഞ്ഞയക്കും ഇതവിടെ കൊണ്ട് കൊടുക്ക് ഇത് കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതുപോലെ നിലമേൽ ഞങ്ങൾ ഒരു 10-22 കട, അതായത് താഴെ മുഴുവനും 11, അതിൻ്റെ മുകളിൽ പോയത്, പിന്നെ ഒരു കല്യാണ മണ്ഡപം. അതിൻ്റെ ഉദ്ഘാടനം അതെ നമ്മുടെ കരുണാകരൻ സാറ്, ഉം. KR ഗൗരിയമ്മ ഉം. അവരെല്ലാവരും ആയിട്ടൊക്കെ വന്ന് വലിയ ഉദ്ഘാടനമൊക്കെ നടത്തി. അത് അതിൻ്റെ വാടകയൊക്കെ കൃത്യമായിട്ട് വരും. അതും അതെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അത് എൻ്റെ അക്കൗണ്ടിലോട്ടാക്കി. ഉം. അപ്പോൾ ഞാൻ അതിന് ശേഷം ഞാനിങ്ങനെ പലതും ആലോചിക്കുകയാണ്. PPF അത് ഇത് മറ്റേത് മറിച്ചത്, കുറച്ചൊരു പൈസ FD ആയിട്ട് കിടന്നത്, ഇതെല്ലാം ഞാൻ അറിയാതെ ഞങ്ങളുടെ പൂജപ്പുര പരീക്ഷാ ഭവൻ്റെ ഓപ്പോസിറ്റ് ഉം. ഒരു ഉം. ഇതുണ്ട്, ബാങ്കുണ്ട്. എല്ലാം അദ്ദേഹം ഇങ്ങനെ കരുതി വെച്ചതുപോലെ. എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് പൈസ ഇല്ല എന്ന് പറയരുതല്ലോ. അപ്പോൾ ഇങ്ങനെ ജീവിതത്തിനെ വളരെ പ്ലാൻഡായിട്ട് കണ്ടിട്ടുള്ളൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യം. അതെൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്നിടം വരെ പറയുമായിരുന്നു സുകുമാരനെ പോലെയൊക്കെയാണ് എല്ലാവരുമെങ്കിൽ സുരക്ഷിതമായിട്ട്. ഉം. കാരണം അത്രയും ഒരു കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തെ നോക്കി എല്ലാം ഏർപ്പാട് ചെയ്ത് അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നോ നേരത്തെ പോകുമെന്ന്, അതോ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണോ കൊണ്ടാണ്. ഒക്കെ അറിയില്ല. മക്കളും അതുപോലെ തന്നെയായിരുന്നു. മക്കൾ പഠിക്കണം, എവിടെയെങ്കിലും ചെന്ന് നിർത്തിക്കഴിഞ്ഞാൽ നല്ല ആൺപിള്ളേരായിട്ട് കള്ളം പറയരുത്, അത് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. മോനെ കള്ളം പറയുമ്പോൾ അത് കുറേ കാലം നമ്മുടെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല, നമ്മൾ ഉറക്കവും പോവും. സത്യം പറഞ്ഞാൽ 24 മണിക്കൂറുള്ളിലേ അത് നിൽക്കുകയുള്ളൂ. സത്യം അതെ. അത് ആൾക്കാർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ആ ഇഷ്ടക്കേട് 24 മണിക്കൂർ കഴിയുമ്പോൾ അങ്ങ് മാറും. കുറച്ച് കഴിയുമ്പോ പോവും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും അങ്ങേര് പറഞ്ഞത് സത്യമാണെന്ന് അത് പിന്നെ മനസ്സിലാവും. ഉം. അപ്പോൾ നിനക്ക് സുഖമാണ് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ടുവരും. ഇതെല്ലാം പിള്ളേരെ കൊണ്ട് വായിപ്പിക്കും. ഉം. അങ്ങനെയാണ് ഈ മക്കൾ രണ്ടുപേരും. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇന്ദ്രൻ കുറച്ച് കാലം തമിഴ്നാട്ടിലൊക്കെ പോയി പഠിക്കാനൊക്കെ ആലോചിച്ചിരുന്ന സമയത്ത്, അതിന് മുമ്പായിട്ട് തന്നെ പിന്നെ വീട്ടിലൊക്കെ വെച്ച് സൈനിക സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും രാജു കുറേ കൂടെ ഇതല്ലേ നീ ഈ ബുക്ക് വായിക്ക്, ഉം. നീ അത് വായിക്കൂ, നീ ഇത് വായിക്കും, രാജുവിന് ബുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. രാജുവാണ് കുറേ കൂടെ അങ്ങനെ ഈ പുസ്തകങ്ങളുമായിട്ട് കുറച്ച് കൂടുതൽ അടുത്തയാൾ. ഉം. ഇന്ദ്രനും അതെ. പക്ഷേ ഇന്ദ്രനപ്പം പഠിത്തം കൂടി ഉം. കൂടി വരുന്നതോറും ഈ ബുക്ക് വായിക്കാനുള്ള സമയം കുറഞ്ഞു കുറഞ്ഞു. കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം പിന്നെ രണ്ടുപേരും വലിയ ലൈബ്രറി പോലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പുള്ള കാര്യങ്ങളും അതിന് ശേഷം ഞാൻ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്തു തീർത്ത കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനേ ഒക്കത്തില്ല. ഓർമ്മ എൻ്റെ വരും. ഇത്രയും ഒരു കാര്യപ്രാപ്തി ഉണ്ട്. അമ്മ ഒറ്റയ്ക്ക് വിചാരിച്ചാലും കാര്യങ്ങൾ നടക്കും എന്നെൻ്റെ മക്കൾക്കൊരു കോൺഫിഡൻസ് കൊടുത്തത് സുഗോട്ടൻ്റെ ട്രെയിനിങ്ങാണ്. അതാണ് അന്ന് രാജേട്ടൻ പറഞ്ഞത്. അമ്മ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എൻ്റെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടായിരുന്നു. ശരി, പക്ഷെ സത്യമാണ്. അമ്മ അത് കാരണം ഹാൻഡിൽ ചെയ്തു. പിന്നെ എനിക്ക് തന്നെ തോന്നി. കാരണം ഞാൻ ഒരു മാസം എല്ലാം കൂടെ പോയത് എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പിന്നെ വിചാരിച്ചൊക്കെ ഇരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നി അയ്യോ എന്തോ നഷ്ടപ്പെട്ടത്, അതിനായിരിക്കും സുഗോട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ഉം. വസ്തു വാങ്ങിച്ചതോ
ഉം. പിന്നെ കാന്തല്ലൂർ വാങ്ങിച്ചു, ഉം. പീരുമേടുണ്ടായിരുന്നു, പിന്നെ തിരുവനന്തപുരത്തെ വീട്, മദ്രാസിലെ വീട്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ച് എല്ലാം കഴിഞ്ഞത് ചിലത് എൻ്റെ മാത്രം പേരിൽ, ഉം. കാന്തല്ലൂരും പീരുമേടും ഒക്കെ. ഉം. അല്ലാതെ ഞങ്ങൾ രണ്ടുപേരുടെയും കൂടെ പേരിൽ. ഇതൊക്കെ വലിയ ലോൺ ബാധ്യതകളൊന്നും ഇല്ലാതെ അതെല്ലാം സേഫായിട്ട്. സേഫായിട്ട്. ഏറ്റവും കൂടുതൽ ഫാസിൽ സാറാണ് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചത്. അന്നാണ് നമ്മുടെ ഇന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഞാൻ വിജയ് ആദ്യം സാറ്. കാണുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു. അന്ന് എനിക്കൊന്ന് ഫാസിൽ സാറിൻ്റെ ഏതോ പടത്തിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു. അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്നു. ഉം. വീട്ടിൽ വന്നു അതിനുശേഷം ഞാൻ കണ്ടു കേട്ടോ, ഒന്ന് ഉം. രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ വന്നു. അപ്പോൾ ഒക്കെ ഞാൻ വിചാരിച്ചു ഈശ്വരാ എല്ലാ സെറ്റപ്പും. അപ്പോൾ അതെനിക്കൊരു മാസം ഒരു നല്ല തുക. ഈ നിലവിൽ തന്നെ 22 കടയുണ്ട്. താഴത്തെ കടയ്ക്ക് ഒരു വാടക, മുകളിലത്തേൽ ഒരു വാടക, വാടക. പിന്നെ കല്യാണം നടക്കുന്നതിൻ്റെ വാടക. ഉം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് എൻ്റെ മക്കളെ വലിയ കുഴപ്പങ്ങളില്ലാതെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഞാൻ ആദ്യമായിട്ടൊരു ബാങ്ക് ലോൺ എടുക്കുന്നത് ഓസ്ട്രേലിയയിൽ രാജുവിനെ പഠിപ്പിക്കാൻ. പഠിപ്പിക്കാനായിട്ടും. അപ്പോൾ അവിടെ ഈ ഇത്രയോ 11,000 എന്തോ ഓ. ഡോളറായിട്ടൊക്കെ അയക്കുകയും പിടിക്കുകയൊക്കെ വേണം. അപ്പോൾ ഒരു എഡ്യൂക്കേഷൻ ലോണെന്നും ഉം. പറഞ്ഞത്. അപ്പോൾ അത് ബാങ്ക് മാനേജർ എനിക്ക് പറഞ്ഞു തന്നെ, വേണം അത് മാസം ഇങ്ങനെ അടച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇത് ഉം. കാര്യം നടക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് അങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിന് മാത്രമാണ് അത്. പക്ഷേ എടുക്കേണ്ട ദോഷം വന്നത്. പറയത് കുറച്ചു കാലം ഞാൻ അടച്ചു, പിന്നെ രാജു തന്നെ വന്നിട്ടെല്ലാം ക്ലോസ് അടച്ചു. ചെയ്തു. ഓക്കെ. അപ്പൊ ഇപ്പൊ സുകുമാരൻ സാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ, കൊച്ചുമക്കളുണ്ട്, മക്കളുണ്ട്. സുകുമാരൻ സാർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൗഡ് ആവുന്ന ഒരു കാര്യം എന്തായിരിക്കും ഫാമിലിയിൽ, അമ്മയുടെ ഫാമിലിയിൽ? സുഹൃത്തും കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മക്കൾ സിനിമയിൽ വളർന്നതിൽ അതിൽ തന്നെ ആയിരിക്കും. ഏറ്റവും, കാരണം അത് പലരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം അവസാനം കുറച്ച് ഈ ഇതേപോലെ തന്നെ സംഘടനയിലെ ചില പ്രശ്നങ്ങളും, ഉം. അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിൽ പ്രസംഗം പിടിക്കുന്നില്ല ചിലർക്ക് രാജുവേട്ടനാണ് അത് പകർന്നു അതെ കിട്ടിയത്. അതെ അതെ. അല്ല അതല്ല, അദ്ദേഹം അവസാനം ഒരു പോക്ക് പോയി അമ്മയിൽ ആ, കാര്യങ്ങൾ ആ, പറയാൻ. ആ. അന്ന് ഉം. ബൈലോ തിരുത്താൻ പറഞ്ഞതിന് വലിയ പ്രശ്നം നടന്ന ഒരു സംഘടനയാണ് അമ്മ. ഉം. തിരുത്തണം എന്ന് വെള്ളി നക്ഷത്രത്തിൻ്റെ അത് ആ. സോറി മറ്റേ ഫിലിം മാഗസീനിൽ ഒരു ഇത് പറഞ്ഞു. ഉം. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇന്ന് താണ്ട് ഇപ്പം പിന്നെയും തിരുത്താൻ ആ. നടക്കുന്നില്ല. ഉം. ഇതാണ് പറയുന്നത്. പണ്ട് നമ്മൾ അമ്മമാർ വല്ലതും പറയുമ്പോൾ നമ്മൾ പറയും തള്ളയൊല്ല വാവൽ തല കീഴ്ക്കനാൻ പാടെന്ന് പറഞ്ഞ പോലെ മുതിർന്നവർ പറയുമ്പം അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യം കാര്യങ്ങൾ. കാണുന്നത് ചിന്തിക്കുക. അതാണ് ഞാൻ പല കാര്യങ്ങൾക്കും ഉദാഹരണമായിട്ട് പറഞ്ഞത്. അത് നമ്മൾ ചിന്തിക്കണം ഒരു 10 മിനിറ്റ്. എന്തെങ്കിലും ഇല്ലാതെ അവരങ്ങനെ പറയത്തില്ലല്ലോ എന്ന് ചിന്തിക്കണം. പിന്നെ അന്ന് സുഖോട്ടം മരിച്ചതിന് ശേഷമാണോ മുൻപാണോ അവർ തിരുത്തി. അന്ന് തിരുത്തി. ഉം. ഇപ്പം അതാ പിന്നെ തിരുത്താൻ പോകുന്നതൊക്കെ ഇന്നലെ പറയുന്നു. ന്യൂസ് കണ്ടപ്പോൾ പറയുന്നത് കേട്ടു. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും അദ്ദേഹം വളരെ എന്താ പറയുക, ഒരു ജീവിതം ദീർഘവീക്ഷണത്തോടുകൂടി തന്നെ കണ്ട. പ്ലാൻ ചെയ്തു പോയ ഒരാൾ. എല്ലാ കാര്യങ്ങളും അദ്ദേഹം സത്യസന്ധമായ നിലപാട്. എന്തെങ്കിലും പറയാനായിട്ട് അദ്ദേഹത്തിന് ഒരു മറ്റുള്ളവർക്ക് എന്ത് തോന്നും അത് പക്ഷേ എല്ലാവർക്കും അറിയാം കേട്ടോ. ഉം. അദ്ദേഹം ഏത് പാർട്ടിയിൽ വിശ്വസിച്ചോ അതിൽ മാത്രം എല്ലാം ശരിയാണെന്ന് പറഞ്ഞ ആളല്ല. അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കാലമൊക്കെ പോയി. നിങ്ങൾ കാറൽ മാർക്സ് വായിച്ചിട്ടുണ്ടോ, ദാസ് ക്യാപിറ്റൽ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് അതിലുള്ള സഖാക്കളോട് തന്നെ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇനി തിരുത്തണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉം. അതേപോലെ തന്നെയാണ് എല്ലാവരോടും സംസാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം വലിയ കാര്യം ഒക്കെ ആയിരുന്നു. എല്ലാ പാർട്ടിക്കാരും ഞങ്ങളുടെ വീട്ടിൽ വരും. ഉം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇവർ രാജു എനിക്ക് തോന്നുന്നു 6 7 ഒക്കെ പഠിക്കുമ്പോഴാണ് തോന്നുന്നു. അന്ന് കൊച്ചിയിൽ ഞങ്ങൾ മദ്രാസ് വന്ന സമയത്ത് ഇതുപോലെ BJPയിലെ മാരാർ സാറ്, അന്ന് കൂടെ വന്നത് PP മൂന്നേട്ടനാണ്. മാരാർ സാറ്, PP മൂന്നേട്ടൻ, അവിടെ കുറച്ച് പേരൊക്കെ അപ്പോൾ വന്ന് സുഖയുടെ വലിയ കാര്യമായിട്ട് അവരോട് സംസാരിക്കുകയും ചെയ്തു. സുഖയുടെ ഒരു പരിപാടിക്ക് വിളിച്ചു. അതിനും വിവാദം. ശിബിരത്തിന് പോയി സുമ. എന്ത് ചെയ്യുന്നു, അതാ സിനിമാ നടൻ എന്നുള്ള കെയർ ഓഫിൽ ഇപ്പോൾ എന്നെ ഒരു പരിപാടിക്ക് വിളിച്ചാൽ ഞാൻ പോവും. ഉം. ഏത് പാർട്ടിയുടെ പരിപാടിയാണ്. കാരണം ഞാൻ ആ പാർട്ടിയിൽ നിന്നും എനിക്ക് എന്തെങ്കിലും കിട്ടണമെന്ന് പ്രതീക്ഷ നടക്കുന്ന ആളല്ലല്ലോ. അതല്ല. അപ്പോൾ പിന്നെ ഒരു എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ വലിയ ശിശി വന്ന് വിളക്ക് കത്തിച്ചാട്ടെ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് അവർ ജാതിയും മതവും പാർട്ടിയും ഒന്നും നോക്കിയിട്ടല്ല നോക്കുന്നില്ല. എന്നെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ സുഖേട്ടൻ അതിന് പോയി. അപ്പോഴാണ് ഒരിക്കൽ അതൊന്നും അന്നൊന്നും ഇങ്ങനെ ജാതി പറഞ്ഞിട്ടല്ല, മോനെ ഇവിടെ അടുത്തൊരു ഇതുണ്ട് കേട്ടോ നല്ലതാ, ഈ സൂര്യ നമസ്കാരം അറിയാമോ എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു ലെവലിലുള്ള സംസാരമേ ഉള്ളൂ. ഉം. അപ്പോൾ അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ട്. ഒരു നള്ളത്തെന്ന് പറഞ്ഞൊരു ശാഖയിൽ ഒരു 7-8 മാസം പോയി. ഉം. എന്നിട്ട് അതൊക്കെ വീട്ടിൽ വന്ന് അപ്പോൾ അത് ഒരു എക്സസൈസ് പഠിക്കാൻ പോകുന്നേ അന്നൊക്കെ അറിയാവൂ. അറിയാവോ? ഇന്നിപ്പോൾ പറഞ്ഞ അയ്യോ സംഗീതവും എന്തൊക്കെയോ പറയുന്ന കേൾക്കാം. ദൈവമേ, ആ ക്യാരക്ടർ പോയ കൂടുതലും പോക്ക്. കിട്ടിയിരിക്കുന്നത് രാജുവേട്ടനല്ലേ? ആ സുകുമാരൻ സാറിന്റെ കൂടുതലും അതെ ക്യാരക്ടർ അതെ. കിട്ടിയിരിക്കുന്നത്. രാജുവിന് ഈ പറയുന്നതിൻ്റെ കേട്ടോ ഉള്ളതുപോലെ പറയാനായിട്ട് അവന് അങ്ങനെ ഭയമോ അതുകൊണ്ട് ഇനി അത് അവൻ പറഞ്ഞതാണ്, ഒന്നും വളച്ചൊടിക്കരുത്, ഉള്ളതുപോലെ പറയാനുള്ള പറയാം, ഗട്സ് സ്ട്രെയിറ്റ് ആയിട്ട് കാണിക്കാമേ. പറയാം. നാളെ സിനിമാക്കാർ വില വയ്ക്കത്തില്ലായിരിക്കും, പക്ഷേ നമ്മളെ വില
ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനമാണ്. അത് സത്യം കേട്ടോ. ഉം, ഉം. എത്ര പേരാണ് വിദേശത്തു നിന്നൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുന്നതൊക്കെ, ചേച്ചി ചുമ്മാ ആവശ്യമില്ല തിരുത്താൻ നിൽക്കരുത്, അയാളെ ഞങ്ങൾക്ക് എന്തൊരു ബഹുമാനമാണ്, ഉള്ള കാര്യമില്ല അയാൾ പറയുന്നത്. അയാളുടെ ഇൻ്റർവ്യൂ ഒക്കെ കേൾക്കാൻ എന്ത് രസമാണ്, നല്ല കാര്യമാത്രം പ്രസക്തമായിട്ട് സംസാരിക്കുന്ന ഒരു മകനാണ്. നിങ്ങളായിട്ട് വേണ്ട, ഞാൻ പറയോ ഞാൻ വേണ്ടെന്നൊന്നും പറയത്തില്ല. എൻ്റെ മക്കളെ വല്ലവരും പറഞ്ഞാൽ ഞാൻ കയറി പ്രതികരിക്കുന്നതിന് അവർ പറയാൻ വേണ്ടെന്ന്. പക്ഷേ അതെനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ അത്രയ്ക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെ ഇത്രത്തോളം 2 മക്കളെ അതെ, 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 അതെ. വന്നിട്ട് വഴിയെ പോകുന്നവന്മാർ ചുമ്മാ വന്നുകൊണ്ട് ആരെ കോമാളി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും, വിഷമം വരും. ആരായാലും പറയാം. അതിനിപ്പം എത്ര ഉന്നത പദവിയിലിരുന്ന ആളായാലും ഇടോ തനിക്ക് തെറ്റിപ്പോയി, അതല്ല എൻ്റെ മക്കളെ എന്ന് ഞാൻ പറയുന്നത്. ഞാൻ മരണം വരെ പറയും. അമ്മ ഇത്ര ആധികാരികമായി സംസാരിക്കുമ്പോഴേ ഞാൻ ചിന്തിക്കണത് ഇപ്പൊ കൊച്ചുമക്കളായിട്ട് ആ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു അമ്മ ഇത്രയും സംസാരിക്കുമ്പോ നമ്മൾ വിചാരിക്കും വളരെ പ്രായമായ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുള്ളൂ. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് അല്ല, കൊച്ചുമക്കൾ പറയത്തില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം, അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവരും ചോദിക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് കൊച്ചുമക്കളുമായിട്ട് സംസാരിക്കാനായിട്ട്. അത് വളരെ സെൻസിബിളായിട്ട് എൻ്റെ 3 കൊച്ചുമക്കൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു തുടങ്ങിയോ ഈ കൊച്ചു പ്രായത്തിലൊക്കെ. എനിക്കും തോന്നാറുണ്ട്. നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ കൊള്ളാം. എല്ലാ കാര്യങ്ങളും ഇപ്പം തന്നെ പഠിത്തത്തിലും അങ്ങനെയല്ലേ. ഇപ്പോൾ 11th കഴിഞ്ഞു പ്രോജക്റ്റ് വർക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരാൾ ഇതിന് പോയി, ഒരാൾ വേറെ, എന്നിട്ട് ഈ റിപ്പോർട്ട് സ്കൂളിൽ കൊടുക്കണം. അപ്പം അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ കൊച്ചിലെ തന്നെ കുട്ടികൾ കുറെ കൂടെ ലോകം കാണുക. എന്നിട്ടും ഇത് മനസ്സിലാകാതെ കുറെ ട്രോള് കൊണ്ട് നടക്കുന്നതിനെ കാണുമ്പോഴാണ് നമുക്ക് സങ്കടം. അയ്യോ ഇവരൊക്കെ ഈ 12ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചെങ്കിൽ കാണേണ്ടതല്ലേ എന്ന് നമുക്ക് തോന്നും. പിന്നെ അവരുടെ ഒരു 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 ആത്മനിർവൃതി വല്ലവരെയും ചീത്ത വിളിക്കുമ്പോഴായിരിക്കും അത് ഒരു ജനനം. അമ്മൂമ്മ ഇത്രയും കമ്പനിയായിട്ട് കൊച്ചുമക്കളായിട്ട് നിക്കുമ്പോ അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അമ്മൂമ്മയുടെ കൂടെ നിക്കാൻ? പിന്നെ എന്തുകൊണ്ട് അല്ല, ഞാൻ ഇടയ്ക്ക് ഇപ്പോ വല്ലൊരു ദിവസം പോവാറുണ്ട്. അങ്ങനെ പോയി നിൽക്കും, സ്ഥിരമായിട്ട് നിൽക്കത്തില്ല. അവർക്കും ആഗ്രഹം. എനിക്ക് വേറെ കൊണ്ടല്ല, ചില ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയാൻ ഇപ്പൊ രാത്രിയാകുമ്പോൾ ആർക്കെങ്കിലും വല്ല ബർഗർ മതി, അല്ലെങ്കിൽ എന്താ പിസ്സ മതി. ഞാൻ ഇവിടെ ഈ ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു. പിന്നെ ഒരു എൻ്റെ അപ്പോൾ അയ്യോ അമ്മൂമ്മ രാത്രി ദോശയാണ് തിന്നുന്നത്, അമ്മൂമ്മയ്ക്ക് മറ്റേ ചമ്മന്തി മുളക്. ശരിയാ, ഞാനൊരു നാടൻ രീതി, എനിക്ക് ചൂടായിട്ട് ദോശ വേണം. ഈ എൻ്റെ അമ്മ ഈ മുളകുള്ളിയൊക്കെ ഇട്ട് ചമ്മന്തി അരിച്ച് എണ്ണയ്ക്കകത്തൊക്കെ അത്, പിന്നെ അത് കൂടാതെ തേങ്ങാ ചമ്മന്തിയോ അല്ലെങ്കിൽ ഫിഷ് കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലെന്നല്ല. പക്ഷെ അതെനിക്ക് ദോശയുടെ കൂടെ വലിയ ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അയ്യോ അമ്മയ്ക്ക് ചമ്മന്തി അരിഞ്ഞത് ഇത് ഭയങ്കര ടെൻഷനാണ്. അപ്പം ഞാൻ വിചാരിക്കും എൻ്റെ പൊന്നെ നമ്മളവിടെ ചെന്ന് ഇവർക്കൊരു എക്സ്ട്രാ ജോലി, മറ്റേ പിള്ളേർക്ക് ഒരു ബക്കറ്റിനകത്ത് ഇൻഡയ്ക്കോ വാങ്ങിച്ചിടുന്ന അവർക്ക് സന്തോഷമായി ഫ്രഷ് ജ്യൂസ്. പിന്നെ എനിക്ക് ഏറ്റവും അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ്റെ കൊച്ചുമോള് നക്ഷത്ര ഒന്നാം തരം ഒരു കുക്കാവള്. അത് പാത്തു, അതെ പാത്തു. പക്ഷേ ഇപ്പൊ കുറച്ച് കൂടുതൽ വലിയ കുട്ടി, അവള് നല്ല കേക്ക് ഉണ്ടാക്കും, അതുണ്ടാക്കും. അപ്പം ഞാൻ പറയും മോളെ ഇതൊക്കെ എങ്ങനെ പഠിച്ചു? അതെല്ലാം ഉണ്ടമ്മ, വല്ല കറിയുണ്ട് എനിക്ക് പറഞ്ഞു തരണം ഞാനുണ്ടാക്കാം എന്നൊക്കെ പറയുന്ന കുഞ്ഞുങ്ങളാണ്. അതൊക്കെ ഉള്ളൂ ഇപ്പോൾ ഒരു ആനന്ദം എന്ന് പറയാനായിട്ട്. അപ്പം അവരുടെ ഈ വർത്തമാനങ്ങളും കളിയും തമാശയും ഒക്കെ കാണുമ്പോൾ മറ്റൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നമല്ല. ഇങ്ങനെ ഈ ഒരു സന്തോഷമൊക്കെ വരണം വരെ കൊണ്ടുപോകണം. മക്കള് ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കണം. എല്ലാവർക്കും ഈ പറഞ്ഞ അവരുടെ മക്കൾക്കുള്ളതും അവരുണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തുവാ അമിതമായിട്ടുള്ള ഒരാഗ്രഹവും ഇല്ല. വിചാരിച്ചതിലും കൂടുതൽ ഭഗവാൻ തന്നു, ഇത് മതി. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. ഇപ്പൊ ഇവരെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ഈ ഒരു ഇന്റർവ്യൂ പൂർത്തിയാവില്ല. അമ്മയുടെ മരുമക്കൾ പറയട്ടെ അവരെ പറ്റിയിട്ട്. പൂർണിമ ചേച്ചി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ല. കാരണം എന്താ അറിയോ, ഈ 2 മരുമക്കളും അവരുടേതായ ഒരു ജോലിയിൽ നല്ല സാമർഥ്യമുള്ളവർ. സുപ്രിയെ കാണാൻ പോലും കിട്ടുന്നില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. പ്രൊഡക്ഷൻ ഉണ്ട്. ഇപ്പൊ പ്രൊഡക്ഷനും കൂടെ എന്റെ പൊന്നെ കണക്കെഴുത്തുള്ളതെന്ന് പറയുന്നതിലോട്ട് സകലതും. രാജു വീട്ടിലുണ്ടായിട്ടുണ്ട് രാജുവിനെ നോക്കാൻ. രാജു ഓരോവിടെ കഴിഞ്ഞ് അവിടെ പോയി ഇവിടെ പോയി. ഇപ്പൊ ഈ അടുത്ത കാലത്താണെങ്കിൽ ആ രാജമോഹൻ സാറിന്റെ പടത്തിൽ നിന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായിട്ട് പല 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 ലൊക്കേഷൻസ് ആണത്. വെളിയില്, ഇന്ത്യയില്, അവിടെ ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. അതുണ്ട്. അതേപോലെ തന്നെ ഇപ്പം മറ്റു പല പടങ്ങളും അതെ വെളിയിലൊക്കെ ഷൂട്ട്. ഇപ്പം ലണ്ടനില് മിക്കവാറും പോകുന്നതാണ്. ചില ഷൂട്ടിങ്ങൊക്കെ 10 ദിവസത്തൊക്കെ പറഞ്ഞ് പോകും. ഇത് അപ്പോഴായിരിക്കും ഇവിടെ നോബടി തീരാൻ കിടക്കുന്നത്, ഗുരുവായൂർ അമ്പലം. ഇത് ആരും നോക്കാത്ത. അപ്പൊ അത് തന്നെയാണ് പ്രധാന ജോലി സുപ്രിയയുടെ. അപ്പൊ അത് അങ്ങനെ ഒരാളില്ലെങ്കിൽ രാജു വിഷമിച്ചു പോകുന്നത്. നക്ഷത്രം ഉണ്ടല്ലോ. അയ്യോ എൻ്റെ പൊന്നെ, അത് തന്നെ. ഇപ്പുറത്തെയാണ് ഇന്ന് പൂർണിമയെ സമ്മതിക്കണം. മക്കള് 2 പേര് A+ ഒക്കെ വാങ്ങിച്ച് ജയിക്കും, നല്ല മാർക്കുണ്ട്, എല്ലാം ഉണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെ പ്രാണെന്ന് പറഞ്ഞൊരു ബൊട്ടിക്ക്. രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആണ്. അവരുടേതായ ഫ്രണ്ട്സ് ഉണ്ട് പൂർണിമയ്ക്ക്, ഒത്തിരി പേരുണ്ട്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഗൾഫും USA UK. അപ്പോൾ ഒരുപാട് ഈ ബ്രൈഡൽ ഡ്രസ്സുകൾ പൂർണിമ തന്നെ ഡിസൈൻ ചെയ്ത് അതേപോലത്തെ ജുവലറി ഉണ്ടാക്കിച്ച് ഇങ്ങനെയൊക്കെയാണ്. പൂർണിമ ഒരു പ്രത്യേക ടൈപ്പാണ്. അപ്പോൾ അത് ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ്
കറക്റ്റായിട്ട് മെഷർമെൻ്റൊക്കെ അയച്ചു അത് കറക്റ്റായിട്ട് ചെയ്ത് പിന്നെ ഇന്ത്യക്കകത്ത് മദ്രാസോ ബോംബെ ഒക്കെ ആണെങ്കിൽ പോകും. ഇപ്പം ഈ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രസ്സൊക്കെ പലർക്കും ഈ സിനിമയിലുള്ളവർക്ക് തന്നെ ചെയ്ത് കൊടുത്തിട്ട് അവരുടെ കല്യാണത്തിൻ്റെ തലേദിവസം അത് ഇട്ട് നോക്കാനും ഒക്കെ പൂർണ്ണിമ കൊടുക്കും. കാരണം പൂർണ്ണിമയ്ക്ക് ടെൻഷനാണ്, ഒരുപാട് പേര് വരുന്ന പരിപാടി ഒരു കല്യാണമല്ലേ. അപ്പം അതും നടത്തുന്നുണ്ട്, പിള്ളേരെയും പഠിപ്പിക്കുന്നുണ്ട്. ഇതിനിടെ കൂടി ഈ വീട് പണി മൊത്തം നോക്കിയത് പൂർണ്ണിമയാണ്. ഓ അയ്യോ വീട് ഏതായാലും എൻ്റെ പൊന്നെ തീർന്നിപ്പോൾ ഒരു വർഷമായി കിട്ടി. കാലൊക്കെ കാച്ചി. നല്ല വീടാണ് ഇന്ദ്രനെ, എനിക്ക് വലിയ ഇഷ്ടമാണ് വീട്. ഒരു പ്രത്യേക ടൈപ്പിലത്, ഉം. ഒരുപാട് ചെടികളും ഒക്കെ അതെ അതെ വീട്ടിനകത്തും ഒക്കെ കണ്ടത്. ഉണ്ട്. അപ്പം അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ പൊന്നെ വല്ല നാട്ടുപുറത്തുകാർ പിള്ളേർ വല്ലതാണ് ഇവന്മാർ തെണ്ടിപ്പോയത് തോന്നാറുണ്ട്. ഉള്ള കാര്യം തുറന്നു പറയാം. ആര് നോക്കാനായി, ഈ കുട്ടികളുടെ കാര്യം നോക്കി, ബിസിനസ്സും നോക്കി, വീട്ടിലെ കാര്യങ്ങളും നോക്കി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒന്നും പോയി നിൽക്കാത്തത്. കാരണം ഞാൻ ചെല്ലുമ്പോൾ അവർക്കൊരു അഡീഷണൽ ബേർഡനാണ്. പ്രത്യേകിച്ച് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനിയിപ്പോൾ രാജുവിൻ്റെ അമ്മ വന്നു അല്ലെ ഇന്ദ്രൻ്റെ അമ്മ വന്നു എന്ന് പറയുമ്പോൾ അവർക്കൊരു തോന്നൽ കാണുമല്ലോ, അയ്യോ ഇനി അമ്മയ്ക്ക് അത് ഉണ്ടാക്കാത്തതുകൊണ്ട് ഇനി ഇന്ദ്രൻ്റെ വല്ല വിഷമം എനിക്ക് തോന്നുന്നില്ല അവർക്ക് അങ്ങനെ ഉണ്ട്. ഇല്ല, അതൊന്നുമില്ല. ഞാനങ്ങനെ അധികം ഇതുപോലെയാണ്. ഇപ്പോൾ ഇന്ന് പിറന്നാളാണെങ്കിൽ ഞാൻ അവിടെ ചെന്നു, ഇന്ന് അവിടെ കിടന്നു, പിറ്റേ ദിവസമൊക്കെ പോവുള്ളൂ. അങ്ങനെയൊക്കെ ഒരു വല്ലപ്പോഴും ഒരു ദിവസം ഒന്ന് പോയി കിടക്കുന്നതല്ലാതെ അവിടെ ഡ്രസ്സും പറവതും എടുത്തുകൊണ്ട് പോയുള്ള താമസമൊന്നും ഒരിടത്തുമില്ല. റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ കൊച്ചുമക്കളുടെ കൂടെ. അയ്യോ അത് ഈ പറഞ്ഞതിൻ്റെ കൂട്ടാ, അത് ഈ ഒരുപാടുണ്ട്. ഒരിക്കൽ ഞാൻ അറിയാതെ ഈ പാത്തും എടുത്തിട്ടു, അവള് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞോണ്ട് ഞാൻ. എന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ചുമ്മാ ഞങ്ങളതങ്ങ് ചാടി അമ്മ കളിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ പിറ്റേ ദിവസം നേരം നോക്കിയപ്പോൾ എൻ്റെ കോളേജ് ഗ്രൂപ്പ് ചെയ്ത് ഇടോ ഇയാൾ എന്ത് തുടങ്ങി ഡാൻസ്. ഞാൻ ഡാൻസോ എവിടെ? അതാ ഇയാൾ പ്രാർത്ഥനയുടെ ഇൻസ്റ്റാഗ്രാം നോക്കാൻ. അയ്യോ നോക്കിയപ്പോൾ ഞാൻ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ട് കിടന്ന്. ഞാൻ പറഞ്ഞു എൻ്റെ മോളെ ഇതറിഞ്ഞെങ്കിൽ അമ്മ എൻ്റെ കൂട്ട് വല്ല ഒരു കുഴപ്പമില്ല, അമ്മമ്മയുടെ ബർത്ത്ഡേക്ക് അമ്മമ്മ ഞങ്ങളുടെ കൂടെ ഒന്ന് കളിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ അവർ തന്നെ അതിനൊരു പരിഹാരം പറയൂ. പൂർണിമ ചേച്ചിയുടെ ഇത്രയും ഡിസൈനുകളിൽ അമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്, അമ്മയ്ക്ക് വേണ്ടിയിട്ട് പൂർണിമ ചേച്ചി ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ട് അത് ധരിക്കണം എന്ന്? ഞാൻ ഇപ്പം പൂർണിമ ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകളെന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനത്തെ നല്ല ഫ്രോക്ക് മറ്റത് മറിച്ചതൊക്കെയാണ്. പക്ഷേ പൂർണിമ എനിക്ക് എല്ലാ ഓണത്തിനും ഒരു സാരി കൊണ്ടുതരും. അത് അങ്ങനെ ഒരു ഇതുണ്ട്. അത് മിക്കവാറും അവിടെ തയ്ച്ച ഈ ഓണത്തിൻ്റെ ചില സ്പെഷ്യൽ തയ്യലുകളൊക്കെ ഉള്ളത് അറിയാമല്ലോ, കട്ട് വർക്ക് ചെയ്തതും ഒക്കെ അത് പൂർണിമയുടെ സാരിയാണ്. അതാണ്, അല്ലാതെ എനിക്ക് വേണ്ടി പൂർണ്ണ ഞാൻ പറഞ്ഞിട്ടില്ല. ആഗ്രഹമുണ്ടോ അങ്ങനെ? അങ്ങനത്തെ ഞാൻ ഒരു ആഗ്രഹം പറയണമെങ്കിൽ നല്ല സാരിന്നേ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഈവൻ ചുരിദാർ പോലും ഞാനിപ്പോൾ ഈ കാലൊക്കെ വയ്യാതായപ്പോഴാണ് കൂടുതലും ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞാൻ ഈ ചുരിദാർ ഇട്ട് പോകുന്നത്. കാരണം എനിക്ക് കയറുമ്പോൾ ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പിടിച്ച്. അപ്പം അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ പറയാം, എനിക്ക് സാരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. കാണാനും അമ്മേനെ കാണാൻ ഭംഗി സാരിയിൽ. അത് പറയും. എൻ്റെ കോസ്റ്റ്യൂം സൂക്ഷിക്കുന്ന റൂമിൽ വന്നു കഴിഞ്ഞാൽ പൂർണ്ണിമ തന്നെ കളിയാക്കും, എത്ര അലമാരി ഉണ്ടമ്മേ? 7 ഇതെല്ലാം അമ്മ കൊടുത്തിട്ടുണ്ടോ? സത്യം പറഞ്ഞോ ചോദിക്കും. ഞാൻ പറയും ഇന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്കൊക്കെ ഉള്ളതല്ലേ, എടുത്തോണ്ട് പോകാമല്ലോ എന്നൊക്കെ പറയും ഞാൻ. അതുകൊണ്ട് ഈ പറഞ്ഞ സാരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ എല്ലാ ഫംഗ്ഷനുകൾക്കും സാരിയൊക്കെ കൊടുക്കാറുള്ളൂ. പിന്നെ യാത്രകൾക്കാണ് അല്ലാതെ ഡ്രസ്സ് ഇട്ട് പോകുന്നത്. വീട്ടിൽ ആരെങ്കിലും വരുന്നു എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നൈറ്റി മാറ്റിയിട്ട് ഒരു ചുരിദാറെടുത്തിട്ടോണ്ട് വയ്ക്കും. ഇതൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഒരു ഫൺ സെഗ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു ഫാമിലി സെഗ്മെന്റ് ആണ്. അങ്ങനെ സംഭവം ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഇത്രയും നേരം ഭയങ്കര ആധികാരികമായി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിച്ചു. ഞാൻ കുറച്ച് ചോദ്യം. അപ്പു എന്ന് പറഞ്ഞ ഒരാൾ ഒളിച്ചു പോയാ ഇരിപ്പുണ്ടോന്ന് ചോദിച്ചാ ഇതൊന്നും ഉണ്ടെന്ന് പറഞ്ഞില്ല കേട്ടോ. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ? അമ്മേനെ കുറിച്ചും അമ്മയുടെ വീട്ടിലെ ആൾക്കാരെ കുറിച്ചൊക്കെ അറിയാൻ പ്രേക്ഷകർക്ക് വളരെയധികം താല്പര്യം. ഓക്കെ, വീട്ടിലെ കർക്കശക്കാരനായ മകൻ ഇന്ദ്രേട്ടനാണോ രാജുവേട്ടനാണോ? രാജു ആണോ? അതാ പറഞ്ഞ നേരത്തെ സുകുമാരൻ സാറിന്റെ അതേ ക്യാരക്ടർ. ഒരുപോലെ. ഓക്കെ, മല്ലികമ്മയുടെ ഫാമിലിയിൽ ഐ ആം ബിസി എന്ന് ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ അതായിരിക്കും? എന്റെ ഫാമിലിക്ക് ഇപ്പം എല്ലാവരും കൂടെ ഞാൻ ബിസി എന്ന് പറയത്തില്ല. പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരുമെന്ന് ചോദിച്ചാൽ പിന്നെ ഒരു സീനൂടെ ഉള്ളൂ ഇങ്ങനെയൊക്കെ വളഞ്ഞ വഴി കൂടെ പറയത്തുള്ളൂ. ബിസി എന്നുള്ള വാക്കേ ഉപയോഗിക്കില്ല, പേടിയാ. ദോഷം പറഞ്ഞത് പാവം അമ്മയെ ഇതേ ഈ ഒരു സീനൂടെ കഴിഞ്ഞാൽ മിക്കവാറും തീരും കണ്ടു, ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും. അഡ്ജസ്റ്റ്മെന്റ് ബിസി ഡോണ്ട് കോൾ മീ എന്നൊന്നും അങ്ങനെയൊന്നും പറയത്തില്ല. അമ്മേ ഇങ്ങനെയൊക്കെ ഒരു സാമാന്യമായ മര്യാദക്കുള്ള ഭാഷയിലേ ഉള്ളൂ. ഒരു ഫാമിലി ഫംഗ്ഷൻ ഡേറ്റ് അതൊട്ടും മറക്കാതെ ഓർത്ത് വെക്കുന്ന ഒരു ഫാമിലി മെമ്പർ ആരായിരിക്കും? എല്ലാവരുടെയും ബർത്ത്ഡേ, ആനിവേഴ്സറി എല്ലാം അവർ ഓർക്കണമെന്നോ? എല്ലാവരുടെയും ബർത്ത്ഡേ നമ്മളെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷൻ ഓർമ്മിക്കും. പക്ഷെ ചിലപ്പോൾ ആനിവേഴ്സറി എന്താ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ സുവേട്ടൻ്റെ അണ്ടുമിലി എന്നൊക്കെ പറയുന്ന നക്ഷത്രമാണ് ഞങ്ങൾ നോക്കുന്നത്, ഡേറ്റ് അല്ല. ഇപ്പോഴത്തെ പിള്ളേർ ബർത്ത്ഡേ ഒക്കെ ഡേറ്റ് ആഘോഷിക്കുന്നത്, ഞങ്ങളൊക്കെ നക്ഷത്രം.
അപ്പോൾ അതുകൊണ്ട് ഇൻ മാസത്തിൽ ഇന്ന നക്ഷത്രത്തിൽ അച്ഛൻ മരിച്ചു, അന്നാണ് ആണ്ടുബലി എന്നുള്ളത് ജനുവരിയിൽ കലണ്ടർ കിട്ടുമ്പോഴേ ഞാൻ വിളിച്ചു പറയും ഓ. മാർക്കേറ്റിൽ. ഉം. അത് മാത്രം ഞാൻ പറയും. ബാക്കി ആരായിരിക്കും? കാരണം എന്താ വെച്ചാൽ മലയാള നക്ഷത്രം നോക്കി ഡേറ്റ് കണ്ടുപിടിക്കാനൊക്കെ പറഞ്ഞാൽ സുപ്രിയ 1.5 മാസം എടുക്കും ചിലപ്പോൾ കണ്ടുപിടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പറഞ്ഞാൽ ആ ഡേറ്റ് അപ്പോൾ അവർക്ക് ഷൂട്ടിങ് അതെവിടെ ഉണ്ടെങ്കിലും രണ്ടുപേരും. പക്ഷേ ബാക്കി പരിപാടികളൊക്കെ ഡേറ്റ് കൃത്യം ഓർത്ത് വെച്ചിട്ട് ഇന്ന ദിവസം ഇന്ന ആളുടെ ബർത്ത്ഡേയുടെ ഡേറ്റ് എല്ലാവർക്കും നവംബർ 4th എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് നേരത്തെ ചോദിക്കും ഇത്തവണ എവിടാ എങ്ങനെ അതൊക്കെ ചോദിക്കും. അതെല്ലാം പക്ഷേ ഇംഗ്ലീഷ് ഡേറ്റാ. ഞാൻ അത് ഇവരോട് ആഘോഷിക്കും. പക്ഷെ ശരിക്കുള്ള നാളെ ഇന്നത് ഞാനുള്ള അമ്പലം മുഴുവൻ പോയി ഒറ്റയ്ക്ക് ആഘോഷിക്കും. ഓക്കെ. ഈ ഒരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നമുക്ക് വേണ്ടി ഒരു കാര്യം നടത്തിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതാരായിരിക്കും? ഒരു നമ്മുടെ വീട്ടിലോ? ഒരാളെ പറഞ്ഞ ഒരു കാര്യം കൺവിൻസ് ചെയ്ത് ഒന്ന് ചെയ്യിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ അത് ആരെയും കൊണ്ടായിരിക്കും? അങ്ങനെ ഇത് ബുദ്ധിമുട്ടെന്നുള്ളതല്ല. ഒത്തിരി പ്രാവശ്യമായിട്ട് ഈ നല്ല വശവും ചീത്ത വശവും ഡിസ്കസ് ചെയ്യുന്ന ആള് രാജുവാ. ആണല്ലേ? അമ്മ എന്റെ കാര്യം പറയാം എന്നൊക്കെ പറഞ്ഞ് അത് നിസാര ഒരു ജോലിക്കാരുടെ കാര്യമാണെങ്കിലും പറയും. സൂക്ഷിച്ച് ചെയ്യണം. അത് വളരെ എന്നോട് മാത്രമേ പറയത്തുള്ളൂ. മല്ലികമ്മയുടെ ഇന്റർവ്യൂസ് കണ്ടിട്ട് സജഷൻ പറയുന്ന ആരായിരിക്കും? അമ്മ ഇത് ഇങ്ങനെ അങ്ങനെ പറയണ്ടായിരുന്നു അത് രണ്ടുപേരും പറയും. ആണോ? അമ്മയിട്ട് കറക്കുവേ പലതും ചോദിച്ചു എല്ലാം കാണും പറയോടുക്ക അമ്മയായിരിക്കും ഈ ട്രോളർമാരുടെ. അപ്പൊ ഞാൻ പറയടാ അതിൽ സങ്കടമുള്ള അമ്മയാണെങ്കിൽ പോരെ പറയാതിരിക്കുന്നത്. ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയുമ്പോൾ ട്രോൾ ചെയ്യുന്നൊക്കെ ഇരിക്കും. അത് അവരുടെ വരുമാനം. ഞാൻ ഇതിനകത്തത് കാശൊന്നും വാങ്ങിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് സാരമില്ല. പക്ഷേ അമ്മയ്ക്ക് ഇന്നതുപോലെ അതിനൊരു ഉത്തരം പറയണമെന്ന് തോന്നിയാൽ ഞാൻ പറയും. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ 2 മക്കളും ഞാൻ അന്ന് ഈ എമ്പുരാൻ്റെ ഒരു ഇഷ്യൂ വന്നല്ലോ, മേജറും ഒക്കെ ആയിട്ട് പ്രാന്തിയൊക്കെ ആയിട്ട് ഒരു സംഭവം വന്നിട്ട് ഞാനത് ആദ്യമായിട്ട് എന്നോട് ഞാൻ നിങ്ങളെല്ലാവരും കൂടെ കിടന്ന് വിളിക്കാതെ ഇരിക്കുകയെങ്കിൽ ഞാൻ ചാനലിൽ പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏഷ്യാനെറ്റിലാണെന്ന് തോന്നുന്നു മിക്ക ചാനലും പറഞ്ഞു. പക്ഷെ അന്ന് ഏഷ്യാനെറ്റിൽ അവസാനം ആ ന്യൂസ് എൻഡ് ചെയ്തത് എനിക്ക് സത്യത്തിൽ അതാരായിരുന്നു എന്നുള്ള ഒരു കൃത്യമായിട്ട് എനിക്ക് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ എല്ലാം സംഭവിച്ചെങ്കിലും ആ ഒരു കാര്യത്തിൽ ഇടപെട്ട് സംസാരിക്കാൻ പൃഥ്വിരാജിൻ്റെ അമ്മ മാത്രമേ വന്നുള്ളൂ മുന്നോട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് കഴിഞ്ഞിട്ട് അത് അവർ കണ്ടിരുന്നു. അപ്പോൾ അവർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യത്തിൽ അമ്മയെക്കാട്ടിലും ബഹുമാനം അത് കേട്ടുകൊണ്ടിരുന്നവരോട് ഞങ്ങൾക്ക് എല്ലാം ഉണ്ട്. ശരിയായിട്ടോ, അത് ഹിന്ദു ഐക്യവേദിയുടെ ആളുണ്ടായിരുന്നു, അല്ലാത്ത ഒരു സാംസ്കാരിക രംഗത്തുള്ളവരോ ഒരു 4-5 പേരുണ്ട്. ഞാൻ ഒരു 5-8 മിനിറ്റ് സംസാരിച്ചു, 10 മിനിറ്റ് സംസാരിച്ചു തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എല്ലാ കാര്യങ്ങളും ഇത് ഡേ 1 മുതൽ എമ്പുരാൻ തുടങ്ങിയത് തൊട്ടുള്ള സംഭവങ്ങൾ ഞാനതിൽ പറഞ്ഞ് പടം ഇറങ്ങി ഒരു സീൻ ബൈ സീൻ എല്ലാവരും കാണേണ്ടവർ എടുക്കുന്ന ദിവസം തന്നെ കാണും. ഇതെല്ലാം കണ്ടിട്ട് പിന്നെ ഇത് എല്ലാ രാജു ഉണ്ടാക്കി ചേർത്താന്നൊക്കെ പറയാം. അപ്പം അത് ഞാൻ വിശദമായിട്ട് ഞാൻ മറുപടി പറഞ്ഞു. ഈ 8 മിനിറ്റ് സാധാരണ എങ്ങനെയാ ഡിബേറ്റ് കണ്ടിട്ടില്ലേ, കൈപൊക്കി അടി പിടി ബഹളം, ഒരാൾ പറയുമ്പോൾ വേറൊരാൾ കയറി പറഞ്ഞ് ആരും പറയുന്നത് വ്യക്തമാകാതെ നമ്മൾ അടുത്ത ചാനലിലോട്ട് പോകും. ഇത് അപ്പം അവർ പറയാൻ സത്യത്തിൽ അമ്മ പറഞ്ഞ രീതിയും ഒരു പക്ഷേ മനസ്സിൽ തട്ടി. ഞങ്ങൾക്ക് പോലും കണ്ടപ്പോൾ ഒരു പ്രയാസം തോന്നി. അത് അവർക്കും ഇത്രയും പ്രായമായ ഒരമ്മ ഇരുന്ന് ഇത് പറയുന്നതിനകത്ത് ഒരു സത്യമുണ്ടല്ലോ, ശരിയല്ലേ അവർ പറഞ്ഞത്, ഏതാണ് അതിൽ തെറ്റ് എന്ന് തോന്നാനുള്ള ഒരു സന്മനസ് കാണിച്ചു അവർ 5 പേരും. അതുകൊണ്ട് അവരോട് 5 പേരോടും നന്ദിയുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം എനിക്കത് വലിയ സന്തോഷം തോന്നി. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് അത് ആരും തർക്കിക്കാനോ ഒന്നും വന്നില്ല. അപ്പം ഒന്നാമത് ഞാനൊരു സ്ത്രീയാണെന്നുള്ള പിന്നെ പ്രായത്തിൽ അവരെക്കാട്ടിലൊക്കെ മൂത്ത ഒരാൾ, ആ ഒരു ബഹുമാനവും എന്നോട് കാണിച്ചു എന്നുള്ളത് അന്ന് വന്ന എല്ലാവരോടും. വേറെ ഒരു കുട്ടിയുണ്ടായിരുന്നു, ഞാനത് പറയുകയും ചെയ്തു, അവരെയൊക്കെ എല്ലാ പാർട്ടിയുടെയും ഒരു റെപ്രസെൻറ്റേറ്റീവ്സ് ഒരു 4-5 പേരുണ്ടായിരുന്നു, എല്ലാവരും കേട്ടുകൊണ്ടിരുന്നു. ഒരാൾ അതിന് ശേഷം പോലും ഇവരിങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞില്ല. പിന്നെ വേറെ കുറെ ചാനലുകാർ മറ്റേ പണ്ഡിതന്മാരിന്നിട്ട് എന്നാലും എന്നൊക്കെ പറഞ്ഞോണ്ടേ മറ്റു പടത്തിന്റെ കാര്യം പറയുമ്പോഴേ ഇടയ്ക്ക് എമ്പുരാൻ കൊണ്ട് കയറ്റുക. അതിസാമർഥ്യക്കാർ കുറേ പേരുണ്ട് ഇവിടെ ചാനലിൽ വന്നത്. കാരണം വേറെ പരിപാടിയൊന്നും ഇല്ല, ഇപ്പോഴേ ഒരു അവസരം കിട്ടുള്ളൂ സ്ക്രീൻ മുഖം കാണാൻ. വെച്ചങ്ങ് അലക്ക് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനാ അത് അവിടെ കിടന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ എനിക്ക് മക്കൾ പറഞ്ഞത് ശരിയായിട്ട് തോന്നി. അത് അമ്മ പറഞ്ഞതിനകത്ത് ഒരു സത്യമുണ്ട് നമ്മൾ വളരെ കൺവിൻസിങ് ആയിട്ട് അമ്മ അത് പറഞ്ഞതുകൊണ്ടാവാം അവരെല്ലാവരും അമ്മയോടുള്ള ഒരു സ്നേഹം കൊണ്ടോ അതോ അത് സത്യമാണെന്ന് തോന്നിയുണ്ടോ അത് എനിക്ക് തോന്നി. ദൈവമേ അവരെയൊക്കെ കണ്ടെങ്കിലൊന്നും നന്ദി പറഞ്ഞു പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ ഇന്റർവ്യൂസിൽ എല്ലാവരും പൊതുവെ അഭിപ്രായം പറയാറുണ്ട് അല്ലെ, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറയാറുണ്ട്. പബ്ലിക്കിന് മുന്നിൽ ഭയങ്കര സ്ട്രോങ് ആണെങ്കിലും മല്ലികാമ്മയുടെ അടുത്ത് ഭയങ്കര ഇമോഷണൽ ആയി നിൽക്കുന്ന ഒരു ഫാമിലി മെമ്പർ ആരായിരിക്കും? നക്ഷത്ര
എന്റെ പൊന്നുമോളാ അവള്. അത് ഞാനൊന്നും മിണ്ടാതെ ഇരുന്നപ്പോ എന്താ അമ്മൂമ്മ വല്ലാതിരിക്കുന്നത് ഓടി വന്ന് ആദ്യം കാരണം പറയുന്നതിന് പേര് കെട്ടിപ്പിടുത്തമുണ്ട്. ആ എന്താ അമ്മൂമ്മ എന്നൊക്കെ പറഞ്ഞു. ആ എന്താ മോളെ അമ്മൂമ്മ എന്താ മിണ്ടാത്ത ഞാൻ അല്ല എല്ലാവരും കൂടെ മിണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മൂമ്മ എന്താ അല്ല അവള് പെട്ടെന്ന് ചോദിക്കും നോട്ട് ഈ ചെയ്യും. ഇടയ്ക്ക് അമ്മൂമ്മ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയേണ്ടതായിരുന്നു. എന്താ മിണ്ടാതെ അത് നക്ഷത്രം പെട്ടെന്ന് നോട്ട് ചെയ്യും അമ്മ. മാനസികമായിട്ട് എനിക്ക് നക്ഷത്രയോട് ഭയങ്കര ഞാൻ അറ്റാച്ച്. പലപ്പോഴും എൻ്റെ അമ്മയുടെ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ അവൾക്കുണ്ട്. പ്രായത്തിൽ കവിഞ്ഞ ഒരു മെച്ചൂരിറ്റി. അന്വേഷണങ്ങളും കൊച്ചു കുഞ്ഞല്ലേ അവൾ പത്തിൽ അതെ പഠിക്കുന്ന അതെ. കുഞ്ഞാണെങ്കിലും ഒരാൾ വന്നാലും അത് ഞാൻ വീട്ടിൽ വന്നാലും അതെ എൻ്റെ ചേട്ടൻ ആ അമേരിക്കയിലെ അപ്പം പോയോ അമ്മൂമ്മ ആ പോയി മക്കളെ ആ അങ്ങനെ ഇതെല്ലാം ചോദിക്കുന്ന അവളാണ്. ആ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആണ്. മറ്റവരൊക്കെ ഇനി നേരിട്ടൊക്കെ വിളിച്ച് പല കാര്യങ്ങൾക്കും വിളിക്കും ചേട്ടനെ. പക്ഷെ ഞാൻ അറിയത്തില്ല എന്നോട് ചോദിക്കാറ്. അപ്പൊ അവിടെ അത് അല്ല ഇത് ഇന്നലെയും ചേട്ടൻ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ ഉം. നക്ഷത്രം ഇന്ന് ഓരോ കാര്യം ഞാൻ 2 ദിവസം ഇന്നെൻ്റെ വീട്ടിൽ പോയി ഉണ്ടായിരുന്നു ഓ. കുറച്ച് നേരം. ഉം. അവൾ ഓടി വന്ന് ചോദിച്ചു അമ്മൂമ്മ പോയി അമ്മൂമ്മ എല്ലാവരുടെയും കാര്യം ചോദിക്കും. ഉം. അത് ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ മോള് എൻ്റെ അമ്മയെപ്പോലെയും ഞങ്ങളൊക്കെ അങ്ങനെയാ പഴയ ആൾക്കാരല്ലേ ഒരു വീട്ടുകാർ വന്നാലും ഒരു വിശേഷം അതെ അതെ ചോദിക്കുകയൊക്കെ അതെ. ആ ഒരു രീതി അവളുണ്ട്. ഓക്കെ. പെട്ടെന്ന് ദേഷ്യം വരികയും ചെയ്യാം അങ്ങനെ തന്നെ തണുക്കുകയും ചെയ്യും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതാരാ? അയ്യോ അങ്ങനെ ആരുമില്ലേ? തണുക്കുന്ന തണുക്കുന്ന തണുപ്പും ആരാന്ന് ഇല്ലാതാണോ? ചോദിച്ചാൽ ആരുമില്ലേ പൊന്നുമോളെ ഞാൻ തന്നെ. ഞാനാണ്. ദേഷ്യമായിട്ട് സ്വന്തം തണുക്കും. അതെ സ്വന്തമായിട്ട് തണുത്തില്ലെങ്കിൽ നിവർത്തിയില്ല അവിടെ. ബാക്കി എല്ലാവരും ദേഷ്യം വന്ന പിന്നെ കുറച്ച് അപ്പഴത്തേക്ക് നേരം. സങ്കടമായി ദേഷ്യമായി എന്നാലും പിന്നെ അമ്മ എന്നാലും ഞാൻ അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് തർക്കങ്ങളാ പിന്നെ ഓക്കെ. സുകുമാരൻ സാറിന്റെ ഫാമിലി റൂൾസിൽ ഏറ്റവും കൂടുതൽ മുറുകെ പിടിക്കുന്ന ആരാ? ഫാമിലി റൂൾസ് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിച്ചു പോകുന്ന? ഞങ്ങളുടെ ആ ഫാമിലിയിൽ ശരി ഞാൻ വിചാരിച്ചു സുവേട്ടൻ്റെ അല്ല ഫാമിലി. അല്ല അല്ല. ആ സുവേട്ടൻ്റെ പാരമ്പര്യം ആ ഒരു റൂൾസ് ഉണ്ടല്ലോ, സുകുമാരൻ സാറിന് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നല്ലോ. റൂൾസേ ഉള്ളൂ. അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഇപ്പോഴും അവരുടെ അല്ല ഫാമിലീസിൽ അത് രണ്ട് മക്കൾക്ക് കൊണ്ട് അച്ഛൻ എപ്പോഴും പറയും രണ്ടുപേരും പറയും പണ്ട് അച്ഛൻ പറയുന്ന ഒരു ഓർമ്മ അത് ഭയങ്കര ഓർമ്മയാണ് രണ്ടുപേർക്കും. സുവേട്ടൻ പറഞ്ഞിട്ടുള്ള ഓരോ അതാണ് എനിക്ക് ചിലപ്പോൾ ചിരി വരുന്നത്. എൻ്റെ പഴയ കഥകളൊക്കെ ചെറിയ വലിയ ട്രോള് പോലെ ആർക്കും അറിയാൻ വയ്യാത്ത സംഭവം. അപ്പം ഞാൻ വിചാരിക്കും കഷ്ടം. 10ഉം 15ഉം വയസ്സുള്ള പിള്ളേരെ വിളിച്ച് പറഞ്ഞത് അവരുടെ അച്ഛൻ തന്നെയാണ്. എഴുതിയിരിക്കുന്നതും അവരുടെ അച്ഛൻ തന്നെയാണ്. ഇപ്പം കണ്ടുപിടിച്ച പോലെ ചില മഹാന്മാരുടെ വാചകങ്ങൾ കാണാം. എനിക്ക് അവരോട് പുച്ഛമാണ് സത്യം പറഞ്ഞാൽ. കഷ്ടം. ഓക്കെ. വീട്ടിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന ആരാ? ഭയങ്കര സ്പെൻഡ് ചെയ്ത്. കാശ് രണ്ടുപേരും മോശമല്ല കേട്ടോ. അല്ല അല്ലേ? ക്രേസ് എന്താ ഓരോ ഇപ്പൊ ഇന്ദ്രേട്ടനാണെങ്കിൽ അല്ല ഇപ്പൊ ഇന്നലെ ഒരു വീട് വെച്ചപ്പോഴും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം അതൊരു പ്രത്യേക അത് പൂർണ്ണിമയ്ക്ക് അതിൻ്റെതായ കുറെ ഐഡിയ. ക്രിയേറ്റിവിറ്റി. പക്ഷെ അതിനെല്ലാം ഇന്ദ്രനും പൂർണ്ണിമയും കൊണ്ടുള്ള ഒരു കമ്പൈൻ. ഇന്ദ്രന്റെ ആഗ്രഹങ്ങൾ പൂർണ്ണിമ ചെയ്തു കൊടുക്കും. പൂർണ്ണിമ പറയുന്നതൊക്കെ ഇന്ദ്രനും അത് സമ്മതിച്ചു കൊടുക്കും. ഏതായാലും വീട് ഗംഭീരമായിരിക്കുന്നു. ഭയങ്കര 5 ബെഡ്റൂം ഒക്കെ ഇട്ട് വലിയൊരു വീട്. ഒരു കയറി ചിലടത്ത് ഭയങ്കര ഹൈറ്റും പിന്നെ ഒരു ഗാർഡൻ പോലൊക്കെ. അത് ഓഫ് കോഴ്സ് അത് പൈസ. പിന്നെ രാജു അതെ പൈസ മുടക്കാന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിങ് കഴിഞ്ഞ് പോയിട്ട് വേണ്ടേ സ്വന്തമായിട്ട് വല്ലതും മുടക്കാൻ. അതിനാകെ ഉള്ളത് ഇവള് പറയും സ്കൂൾ അടയ്ക്കുമ്പോൾ ഡാടാ നമുക്ക് എവിടെയെങ്കിലും പോകാന്ന് പറയുമ്പോൾ അവളെ കൊണ്ട് ഒരാഴ്ച ഒരു ടൂർ പോകുന്നുണ്ട്. പിന്നെ വെഡിങ് ആനിവേഴ്സറിക്കും പോകാറുണ്ട്. അത് രണ്ടുമാണ് ആകെ ചെയ്യണം. അത് നടക്കുന്നുള്ളൂ. രാജുവേട്ടന് സമയവും ഇല്ല, അതാണ്. ഇല്ല സമയമില്ല. ഇപ്പൊ തന്നെ ഒരു ദിവസം കണ്ടെന്ന് പോയച്ച് വന്നിപ്പോ കോഴിക്കോട് എന്തോ ഖലീഫ നടക്കുക. ഓക്കെ. ഒരു കോള് വിളിച്ചാല് ഏറ്റവും ആദ്യം തിരികെ വിളിക്കാൻ സാധ്യത ഉള്ളത് ആരാ? ഇന്ദ്രൻ. ആണോ? ഒന്ന് വിളിച്ചു നോക്കാൻ പറ്റുമോ? എന്റെ മൂത്ത മോനാ പറയാതിരിക്കാൻ വയ്യ ചക്കര. എന്റെ പൊന്നുമോൻ അവനെ ഒരു 5 മിനിറ്റ് തിരിച്ചു വിളിക്കാം. നമുക്ക് ഇപ്പൊ ഒന്ന് വിളിച്ചു മറ്റദ്ദേഹം 6 മണിക്കൂർ കഴിഞ്ഞാ വിളിക്കുന്നത്. ഇത് ക്യാരവനിലായിരുന്നു ഫോണൊക്കെ കേട്ടോ. അമ്മ വിളിച്ചിരുന്നോന്ന് ചോദിച്ചു. ഇപ്പൊ ഒന്ന് നമുക്ക് വിളിച്ചു നോക്കാൻ പറ്റുമോ? ആരും എടുക്കാൻ വേണ്ട. ഷൂട്ടിങ്ങിനിടയ്ക്ക് എടുക്കത്തേ തിരക്കില്ല രണ്ടുപേരും. ഷൂട്ടിംഗ് സമയത്ത് ഞാൻ വിളിക്കത്തില്ല. അതല്ലെങ്കിൽ എനിക്ക് അറിയണം ഇന്നിപ്പോ വീട്ടിലുണ്ട് അല്ലെങ്കിൽ ഇതിന് മറ്റേ എന്താ പാലക്കാട് വിജയബാബുവിന്റെ പടം കാലന്റെ കാലന്റെ തങ്കക്കുളം അത് നടക്കുന്നു. രാജു ഖലീഫ. അയ്യോ കണ്ണൂരും കോഴിക്കോടുമായിട്ട് ഇങ്ങനെ ഷട്ടിൽ അടിച്ചിരിക്കുകയാണ് അവന്. വേണ്ട, ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ തന്നെ പറയും ഈ ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഫോൺ എടുത്ത് വെച്ച് കളിക്കണ്ട. ഞാൻ വിളിക്കുന്നത് അഥവാ ഞാൻ വിളിച്ചാലും നിങ്ങൾ വിളിക്കണ്ട. ഷൂട്ടിങ് കഴിഞ്ഞ് വിളിച്ചാൽ. കാരണം എനിക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട്. നമ്മൾ ഈ ഡയലോഗൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കിറണയും എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേരും ക്യാരവനിൽ കുത്തി കിടന്നേ ഉള്ളൂ. ഓക്കെ. ഏറ്റവും കൂടുതൽ ഭക്ഷണ വിഭവങ്ങൾ പരീക്ഷിച്ചു നോക്കാൻ ശ്രമിക്കുന്ന ആളായിരിക്കും ഇന്ദ്രൻ. ആണോ? ഫുഡി ആണോ? ഫുഡ് ഭയങ്കര അല്ല അങ്ങനല്ല. ഇപ്പൊ കുറച്ച് ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു നല്ല അത്. പക്ഷെ വേറൊരു കാര്യം കേട്ടോ, ചില കറികളൊക്കെ ഞങ്ങൾ പണ്ടത്തെ ഞങ്ങളുടെ വീട്ടിലെ സുഖത്തിന് ഇഷ്ടമുള്ള കറികളൊക്കെ ഇപ്പോഴും അവർക്ക് വലിയ ഇഷ്ടമാണ്.
ഞാൻ പ്രോൺസ് ഒക്കെ വെച്ചിട്ട് തീയൽ ഞാൻ പലപ്പോഴും ആ, ആ. പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. ചില ചിക്കൻ പ്രിപ്പറേഷൻ, ചില ഫിഷിൻ്റേത്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. ഇത് ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ ഇന്ന് ഇവിടെ വന്ന് കഴിക്കണ പോലെ അമ്മ മറ്റന്നാൾ പോവും എന്ന് പറഞ്ഞാൽ ഉം. ഇന്നത് ഉണ്ടാക്കാം അമ്മയെന്ന് അവർ ഓ, തന്നെ പറയും. പറയും. അങ്ങനെ ഫാമിലി മൊത്തത്തിൽ ഒരു ടൂർ പ്ലാൻ ചെയ്താൽ ഏറ്റവും ആദ്യം തിരികെ പോകാൻ ധൃതി പിടിപ്പിക്കണ ആളാരായിരിക്കും? അങ്ങനെ ഒരു ടൂറ് പ്ലാൻ ചെയ്തിട്ടില്ല. അയ്യോടാ. അമ്മയ്ക്ക് ആഗ്രഹമുണ്ടോ എല്ലാരും കൂടെ കൂടിയിട്ട് ഒരു അല്ല, ട്രിപ്പ്? ഇവര് ദൂരെയൊക്കെ ഇപ്പൊ ചിലപ്പോ ഒന്ന് അമേരിക്കയിലെ ചേട്ടൻ്റെ അടുത്ത് പോകണമെന്നുണ്ട്. ആ, അത് ചിലപ്പോ നടന്നാ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം പെട്ടെന്ന് തിരിച്ചു പോകണം. എന്നാ നടക്കട്ടെ. എല്ലാരും തനിത്തനിയെ ഉള്ള പോക്കാം. ഈ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ട് പോവും അമേരിക്കയിൽ, എന്റെ ചേട്ടനോടുണ്ട്. ആ. അവര് വല്ല ഷൂട്ടിങ്ങിന് മുമ്പ് അതുവഴി കറങ്ങി വരും. ഇങ്ങനെയൊക്കെയായി ഇപ്പോഴത്തെ പോക്കുകളൊക്കെ. അപ്പൊ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് അവർക്ക് അമ്മേനെ കൊണ്ടുപോകാൻ തോന്നിട്ട് എല്ലാരും കൂടെ ആ. കൂടിയിട്ട് ഒരു ട്രിപ്പ്. മക്കള് രണ്ടുപേരും ഇത് കേൾക്കുമെന്ന് വിചാരിക്കും. രാജേട്ടാ, ഇന്ദ്രേട്ടാ എല്ലാരും കേട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു അവാർഡ് സെറമണിയുടെ റൗണ്ടാ. ഓക്കെ, ഈ അവാർഡ് ആർക്ക് കൊടുക്കുന്നു എന്നുള്ളത്. ബെസ്റ്റ് ഓവർ ആക്ടർ ഇൻ ദ ഫാമിലി ആർഗ്യുമെന്റ്സ്. ഫാമിലിയിൽ ഒരു ആർഗ്യുമെന്റ് നടക്കുമ്പോൾ ഭയങ്കര ഓവർ ആക്ട് ചെയ്ത് ചളാക്കുന്ന ഒരു അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ആരുമില്ലേ? അത് അങ്ങനെ ഞാനിരിക്കുന്നോണ്ടാണോ എന്തോ വലിയ ആക്ടിങ് ഒന്നും. അമ്മ പറ ഇത് തന്നെ ആക്ടിങ്. അത്രേ ഉള്ളൂ. ഓക്കെ, കോൾസ് ഇഗ്നോർ ചെയ്യുന്ന ആരായിരിക്കും? അമ്മയുടെ കോളല്ല. കോള് ആ, അമ്മയുടെ കോളല്ല. ഇപ്പൊ എടുക്കണ്ട. ആ, ഇപ്പൊ രണ്ടുപേർക്കും ഉണ്ട്. ആണോ? ചെന്നേരം ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ എന്റെ അമ്മ. അത് പറയാറുണ്ട്. ശല്യം ചെയ്തതൊക്കെ. അത് മനഃപൂർവ്വമല്ല. ആ. ഇതിങ്ങനെ ചില ആയിരിക്കും ഒരു 1-2 മണിക്കൂർ നമ്മളെ വീട്ടിൽ വരുന്നത്. ഉം. അപ്പോഴും എന്നോട് പറയും ഉം. ഒന്ന് സൈലന്റ് ആക്കി വെച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഒന്നിച്ചിരുന്നത്. പറയോ? ഓക്കെ, ബിഗ് ബോസിൽ പോയ രാജുവേട്ടനാണോ ഇന്ദ്രേട്ടനാണോ കൂടുതൽ ദിവസം നിക്ക? അത് പിന്നെ അങ്ങനെ പോകത്തില്ല ഒരു കാലത്ത്. എന്നാലും ഇതിനായിരിക്കും ക്ഷമയുള്ളതുകൊണ്ട്. ആ. മറ്റോ ചിലപ്പോൾ പിറ്റേ ദിവസം ഞാനെന്നാ സ്ഥലം വിന്നറായി തിരിച്ചു വരികയാണെങ്കിൽ ആരായിരിക്കും സർവൈവ് ചെയ്ത്? ഓക്കെ, ഇന്ദ്രേട്ടൻ സർവൈവ് ചെയ്യും, പക്ഷെ ഇങ്ങനെ എനിക്ക് തോന്നില്ല ബിഗ് ബോസിൽ നിന്ന് വിൻ ചെയ്യാൻ ഇവർക്കൊക്കെ പറ്റുമെന്ന്. നല്ല ഫാൻ ബേസ് ഇല്ലേ, വോട്ട് കിട്ടും. അതെ, അതൊരു പ്രത്യേക ട്രെയിനിങ്, അവരുടെ കണ്ടന്റ് കൊടുപ്പും എല്ലാം കൂടെ ഈ സ്വഭാവമായിട്ട് ചേർന്ന് പോകും തോന്നുന്നില്ല. ഓക്കെ, ഒരു അസുഖം വന്നാ ഭയങ്കര ഡ്രാമ കളിക്കുന്ന, അയ്യോ എനിക്ക് വയ്യേന്ന് പറഞ്ഞിട്ട് കുറച്ചിങ്ങനെ ഓവറാക്കി പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും. അതാരാണ്? അത് വേണമെങ്കിൽ ചിലപ്പോ നച്ചു ചിലപ്പോ ചില കാര്യങ്ങൾക്കൊക്കെ അവൾ വിചാരിച്ചുള്ള നടന്നേ. ഓ എനിക്കറിയാൻ വയ്യേ, എടുക്കുന്നില്ല. അങ്ങനെയൊക്കെ ചില നാടകങ്ങളൊക്കെ കാണിക്കും. കളിക്കാൻ അതിന്റെ അർത്ഥം അവൾക്ക് ആ സദസ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ആളാരായിരിക്കും? ഇമോഷണലി ബ്ലാക്ക് മെയിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഇല്ല, കൊച്ചുമക്കളും ചെയ്യാറില്ല. തുറന്ന് പറയുമല്ലോ. കൊച്ചുമക്കളും ചെയ്യാറില്ല കാര്യം സാധിക്കാൻ അത് വേണ്ടി. കാര്യം സാധിക്കാൻ നേരെ ഒരു ഉമ്മയും തന്നേച്ച് അങ്ങ് ചോദിക്കും. ആണ്. അവൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ അത് പറയും. ഒരു ഹാൻഡ് ബാഗ് കണ്ടാൽ അല്ലെങ്കിൽ ഒരു ചെറിയ പേഴ്സ് കണ്ടാല് ഇതെവിടെ നിന്ന് അമ്മമ്മ, അമ്മയ്ക്ക് ഇത് വേണോ ഒക്കെയാ ചോദിക്കുന്നത്. നടക്കുന്നതാണെങ്കിലും ചോദിക്കും വേണോന്ന്.